പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പരിപ്പും കായ്പയ്ക്കും കൊണ്ട് നല്ലൊരു ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. കായ്പയ്ക്കൊക്കെ ചെറുതാക്കി നുറുക്കി വെച്ചു. പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേ. ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചു. ഒരു 2 വിസിൽ അത്രയും മതി. എന്നിട്ട് അപ്പോഴത്തെ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് പരിപ്പൊക്കെ വെന്തപ്പോൾ നമ്മൾ കായ്പയ്ക്ക് 2 പച്ചമുളക് ഇട്ടു, മല്ലിമുളകും ചൂടാക്കിയത് അതിട്ടു. എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുമ്പോൾ നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കായ്പയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തു. പുളിയൊക്കെ തിളച്ച് വരുമ്പോൾ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ പുളി തിളച്ച് വന്നപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളകും 2 തണ്ട് വേപ്പിൻ്റെ ഇലയും അതും ഇട്ട് കൊടുത്തു. അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്. അങ്ങനെ നമ്മുടെ പരിപ്പും കായ്പയ്ക്കും കറി ഇവിടെ റെഡിയായേ. എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണേ. നല്ല അടിപൊളി ഒരു കറിയാണിത്.